ഹായ് എവരിവൺ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയും ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ്. ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് എക്കണോമിക്സോ സ്റ്റാറ്റിക്സോ മേജർ ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ കൊമേഴ്സ് ഓർ മാത്തമാറ്റിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ സബ് ഉള്ളവർക്കോ തീർച്ചയായിട്ടും ആ ഒരു എക്സാമിന് അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. 29 തീയതി വരെ, ജനുവരി 29 തീയതി വരെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പി എസ് സിയുടെ നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ധാരാളം പേര് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു ഫാക്കൽറ്റി, ഒരു കോച്ചിങ് സെന്ററിലെ ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു മെന്റർ നമുക്ക് എന്ത് അഡ്വൈസ് തന്നാലും, എന്ത് ട്രിക്സും ടിപ്സും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നാലും, ഒരു പ്രീവിയസ് എക്സാമിന്, അതേ നമ്മൾ എഴുതാൻ പോകുന്ന അതേ പരീക്ഷയുടെ പ്രീവിയസ്ലി നടന്ന പരീക്ഷകളിൽ ഒരു റാങ്ക് ഹോൾഡർ നമുക്ക് തരുന്ന ടിപ്സും ട്രിക്സും അവരുടെ എക്സ്പീരിയൻസുകളും നമുക്ക് വളരെ വാല്യൂബിൾ ആണ്. ഇത് നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് തരുന്നത്. അപ്പോൾ അതൊരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ കൂടി ആയാലോ? തീർച്ചയായിട്ടും. അത്തരത്തിൽ കൊല്ലം ജില്ലയിലെ കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 1ാം റാങ്ക് കരസ്ഥമാക്കിയ അഞ്ജന മാഡമാണ് നമ്മളോടൊപ്പം ഇന്ന് ഈ ഒരു മീറ്റിലുള്ളത്. ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാൽ മാഡത്തിന് ക്യാമറ ഓൺ ആക്കാനായിട്ട് സാധിക്കില്ല. എന്നാലും ഈ മീറ്റിലുടനീളം മാം നമ്മളോടൊപ്പം ഉണ്ടാവും. സോ നമുക്ക് വളരെ കോമൺ ആയിട്ട് വരുന്ന എല്ലാ സംശയങ്ങൾക്കും മാഡത്തിന്റെ എക്സ്പീരിയൻസിലൂടെ മറുപടി തരുന്നതായിരിക്കും. സോ അഞ്ജന മാഡം, ഈ ഒരു മീറ്റിലേക്ക് ഞാൻ മാഡത്തെ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. നമസ്കാരം മാഡം. അപ്പൊ മാം, നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ആദ്യം മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്റെ പേര് അഞ്ജന. ഞാനിപ്പോ 2023 മെയ് മുതൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആയിട്ട് വർക്ക് ചെയ്യാണ്. കൊല്ലം ജില്ലയിലാണ് എന്റെ സ്വദേശം. ഓക്കെ മാം, താങ്ക് യു. അപ്പോ മാം, ഇനി ഒരുപാട് പേര് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന പോസ്റ്റ്, അതിനെപ്പറ്റി, അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആരായാലും എക്സാമിന് നേരത്തെ ഏർലി അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ എക്സാമിനെ അത്രത്തോളം സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോ അത്തരത്തില് ഈ ഒരു പോസ്റ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ, അതായത് ഉയർന്ന റാങ്ക് നേടി അഡ്വൈസ് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇനിയുള്ള നമ്മുടെ ജോബ് റോൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ അറിയാനായിട്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടാവും. സോ മാം, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പരീക്ഷയുടെ ജോബ് റോൾസ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒന്ന് കൊടുക്കാവോ? നമ്മുടെ ഈ എക്സാമിന്റെ പേര് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്നാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് കയറുന്നവരെ ഈ 2 കാറ്റഗറിയിലായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. ഞാനിപ്പോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആയിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഫീൽഡ് വർക്കാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഓഫീസ് ജോലിയും ബാക്കി ദിവസങ്ങളിൽ ഫീൽഡ് വർക്കുമാണ് വരുന്നത്. ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക് വെച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ സോൺ തന്നിട്ടുണ്ടായിരിക്കും. ഒരു സോൺ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ 2 പഞ്ചായത്ത് ചേർന്നതായിരിക്കും. അപ്പോൾ ആ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പ്രധാനമായിട്ടും പറയുമ്പോൾ അവിടുത്തെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഞങ്ങളുടെ പോസ്റ്റിംഗ് നടന്നിട്ടുള്ളത് EARAS എന്ന് പറയുന്ന ഒരു സ്കീമിലേക്കാണ്. അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഏജൻസി ഫോർ റിപ്പോർട്ടിംഗ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ്. ആ പേരിൽ തന്നെയുണ്ട്, അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പ്രത്യേക ഏരിയയിലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഓരോ സീസൺ വൈസ് ആണ്. നമ്മൾ ആ പഞ്ചായത്ത് ഫുള്ളായിട്ട് കാണില്ല, നമുക്ക് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് ഏരിയാസ് കാണും. അപ്പൊ അവിടെ നമ്മൾ ഓരോ സീസൺ അനുസരിച്ച് വിസിറ്റ് ചെയ്ത് അവിടെ ഭൂമി ഏത് രീതിയിൽ വിനിയോഗം ചെയ്തിരിക്കുന്നു, കൃഷിയാണോ അല്ലെങ്കിൽ ബിൽഡിംഗ് ആണോ, കൃഷിയാണെങ്കിൽ തന്നെ ഏതെല്ലാം തരത്തിലുള്ള ക്രോപ്സ് ആണ് അവിടെ ഉള്ളത്, എത്ര ഏരിയയിൽ കൃഷിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ പ്രധാനപ്പെട്ട ചില വിളകളുടെ വിള പരീക്ഷണങ്ങൾ, ഫോർ എക്സാമ്പിൾ നെല്ല്. നമുക്കറിയാം നെല്ലൊക്കെ ഇപ്പോൾ ഉൽപാദനം വളരെ കുറവാണ്. അപ്പോൾ
നമ്മുടെ രാജ്യത്ത് എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ പുറത്തുനിന്ന് എത്രത്തോളം കൊണ്ടുവരണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. അപ്പൊ അതിന്റെയൊക്കെ ഒരു കണക്കെടുക്കണമെങ്കിൽ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ നെല്ലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊയ്ത്തിന്റെ സമയത്ത് നമ്മൾ ആദ്യം അവിടെ എത്ര കർഷകർ കൃഷി ചെയ്യുന്നുണ്ടോ അവരെ എല്ലാവരെയും ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം റാൻഡമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ കാണും. അപ്പൊ അവിടെ പോയിട്ട് കൊയ്ത്തിന്റെ സമയത്ത് നമ്മൾ റാൻഡമായിട്ട് നമുക്ക് ഈ സ്റ്റാറ്റിൽ റാൻഡം ടേബിൾ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ഏരിയയിൽ നമ്മൾ അവിടുത്തെ നെല്ല് സെപ്പറേറ്റ് ആയിട്ട് കൊയ്ത് തൂക്കി എത്ര തൂക്കം കിട്ടുന്നുണ്ട്, അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ പഞ്ചായത്തിലേക്ക് എത്രമാത്രം അരി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റിലേക്ക് മൊത്തത്തിൽ അങ്ങനെയൊക്കെയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ മാത്രമാണ്, നെല്ലിന്റെ കാര്യം മാത്രമാണ്. ഇതുപോലെ പല പ്രധാനപ്പെട്ട ക്രോപ്പുകൾ മരച്ചീനി, തേങ്ങ, അടയ്ക്ക, അങ്ങനെ പല ക്രോപ്പുകളുടെയും വിള പരീക്ഷണം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് പല സെൻസസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ നടക്കുകയാണെങ്കിൽ 11th അഗ്രികൾച്ചർ സെൻസസ്, കാർഷിക സെൻസസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇനിയിപ്പോ എക്കണോമിക് സെൻസസ് വരും. അങ്ങനെ പലതരത്തിലുള്ള സെൻസസുകൾ ചെയ്യാറുണ്ട്. കൂടാതെ മറ്റുള്ള ഓഫീസുകളിൽ നമുക്ക് ചിലപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഡേറ്റ കളക്ഷൻ വരുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഡേറ്റ കളക്ഷനും അതിന്റെ റിപ്പോർട്ടിങ്ങുമാണ് ഇപ്പൊ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ അതാണ്. അപ്പൊ ഇത് കൂടാതെ നമുക്ക് പ്രൈസ്, കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. പ്രൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കമ്പോളത്തില് ദൈനംദിന നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, അപ്പൊ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കർഷകർക്ക് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കൃഷി ചെലവ് സർവേ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പല സ്കീമുകളായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ. ഇത് കൂടാതെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ ഓഫീസ് വർക്ക് ആയിരിക്കും. ഇപ്പോൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ് തുടങ്ങി 41ഓളം ലൈൻ ഡിപ്പാർട്ട്മെന്റ്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റുമാരെ പോസ്റ്റ് ചെയ്യും. അപ്പൊ അവർ ആ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മാം. അപ്പോ മാം ഈ ഒരു എക്സാമിലേക്ക് മാഡത്തിന്റെ പഠന രീതി എന്തായിരുന്നു? മാഡത്തിന്റെ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അതേപോലെ എത്ര മാസം കൊണ്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ മാഡം കംപ്ലീറ്റ് ചെയ്തത്? അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ശരിക്കും BEdന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന്റെ കൺഫർമേഷൻ വരുന്നത്. കൺഫർമേഷൻ വരുന്നത് മാർച്ച് ലാസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ജൂൺ ഫസ്റ്റ് വീക്കുമാണ്. അപ്പൊ ശരിക്കും എനിക്ക് കിട്ടിയത് 2 മാസം, ഏപ്രിൽ മെയ്, ഈ 2 മാസം വെക്കേഷൻ ആണ്. പക്ഷെ BEd ആണല്ലോ, അപ്പൊ നമുക്കറിയാം ഒരുപാട് വർക്കുകളൊക്കെ ഉള്ള ഒരു കോഴ്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ മാക്സിമം ടൈം കണ്ടെത്തി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. പിന്നെ പ്രധാനമായിട്ടും അന്നത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് സിലബസിൽ വന്ന ഒരു വലിയ മാറ്റമായിരുന്നു. അതിനു മുന്നേ വരെ മാത്സ്, സ്ട്രാറ്റജിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ആ തവണ മുതൽ എക്കണോമിക്സും കൊമേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ അത് വലിയൊരു ചലഞ്ചായിരുന്നു. ഞാൻ ഡിഗ്രി മാത്സ് പഠിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ എക്കണോമിക്സ്, കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ ഇതിനു മുൻപ് ഒരിക്കൽ പോലും അങ്ങനെ ഒരു എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം അതൊരു പേടിയായിരുന്നു. പക്ഷെ സിലബസ് വെച്ചിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ഈ 2 മാസം മറ്റെല്ലാം മാറ്റി വെച്ച് പ്രിപ്പയർ ചെയ്തു. അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടി. ഓക്കെ മാം. മാം, അപ്പോ നമ്മളിപ്പോ ഏതെങ്കിലും ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷനിൽ പറയുന്നുണ്ട് എക്കണോമിക്സോ സ്റ്റാറ്റിക്സോ അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് ഒരു സബായിട്ട് മാത്തമാറ്റിക്സോ കൊമേഴ്സോ ഇതിലൊക്കെ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ഇതിന്റെ സിലബസിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ പ്രധാനമായിട്ടും സിലബസിൽ 4 തിരിക്കുകയാണെങ്കിൽ അവിടെ എക്കണോമിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ കൊമേഴ്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. അപ്പോ ഇത്തരത്തിൽ വളരെ എന്താ പറയാ, ഏറ്റവും പ്രധാനമായിട്ട് ഒരു കോർ സിലബസിനെ ഒരു ഇങ്ങനെ എന്താ പറയാ ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ ആ സിലബസിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും 1-2 സബ്ജക്റ്റുകൾ ഇങ്ങനെ UG പഠിച്ചു വന്നവരായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള 2 സബ്ജക്റ്റുകൾ എന്തായാലും ഏറ്റവും മിനിമം അതൊരു പുതിയ കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു സിലബസ് ഉള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കോച്ചിങ് സെന്റേഴ്സിന് അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? ഒരു കോച്ചിങ് സെന്ററിന്റെ ഒരു പ്രാധാന്യം നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും? ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് കോച്ചിങ് സെന്റേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇതിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതൊരാൾക്കും
ഇതിൽ ഏതെങ്കിലും രണ്ട് സബ്ജക്റ്റുകൾ, പിന്നെ ജി കെയും അവർക്ക് ഒരു ധാരണയുള്ള സബ്ജക്റ്റ് ആണെന്ന് പറയാം. പക്ഷെ മറ്റ് രണ്ട് സബ്ജക്റ്റുകൾ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു മാത്സ് ഞാൻ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. സ്റ്റാറ്റ് അതുപോലെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ജി കെ ഞാൻ അത്യാവശ്യം ഡിഗ്രി സമയം മുതൽ തന്നെ PSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ എക്സാംസിനും ജി കെ ഉണ്ടല്ലോ. അപ്പോൾ ജി കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറയും പോലെ എക്കണോമിക്സ്, കൊമേഴ്സ് ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അത് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതും 2 മാസം മാത്രമാണുള്ളത്. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഓരോ സബ്ജക്റ്റും വളരെ ഹെവി ആയിട്ടുള്ള സിലബസ് ആണ്. ഒരു 2 മാസം കൊണ്ട് പഠിച്ചാൽ തീരാത്ത അത്രയും സബ്ജക്റ്റുകളും കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത്രയും വലിയൊരു സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഓൺലൈനായിട്ട് കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ടി വരുന്ന സമയം അത് ചിലപ്പോൾ പകുതിയായിട്ട് നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. കാരണം അവര് അതിനുള്ള മെറ്റീരിയൽസ് ക്ലാസ് ഒക്കെ തന്നു കഴിയുമ്പോൾ അത് കാണുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് അവിടെ എടുക്കേണ്ടി വരൂ. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ഒരുപാട് ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറെ ടോപ്പിക്കുകൾ ഈ സിലബസിലുണ്ട്. പിന്നെ കുറെ ടോപ്പിക്കുകൾ നമുക്ക് ചിലപ്പോൾ പാടായിരിക്കും, ഒറ്റയ്ക്ക് പറ്റില്ലായിരിക്കും. എങ്കിലും കുറെ ടോപ്പിക്കൊക്കെ എല്ലാവരെയും കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതാണ്, നമ്മൾ ഒരുപാട് സമയം അതിലേക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അതേസമയം നമ്മൾ ഇതുപോലെ ഒരു സഹായം, ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം നമുക്ക് റിവിഷന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു ഓൺലൈൻ ആണെന്നില്ല, കോച്ചിങ്ങിന്റെ സഹായം തേടുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ മാം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തൊന്നും ആയില്ല. അപ്പൊ തീർച്ചയായിട്ടും തറവായിട്ടുള്ള റിവിഷൻസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. സോ ഈ റിവിഷൻസിനും ബാക്കിയുള്ള ഒരു നമ്മുടെ പ്രോഗ്രസ് എന്താണ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഈ നോട്ട് മേക്കിങ്ങും അതുപോലെ മറ്റ് റിവിഷൻ സ്ട്രാറ്റജീസും എത്രത്തോളം മാമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മാമിന്റെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടൊന്ന് പറയാമോ? നോട്ട് മേക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളമാണ്? ഞാൻ ചെയ്തിട്ടുള്ളത് ക്ലാസ് കാണുമ്പോൾ തന്നെ മാത്സ് സ്റ്റാറ്റിക് ആണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഞാൻ നോട്ട് എഴുതി പോകുമായിരുന്നു. എക്കണോമിക്സ് കൊമേഴ്സ് ഒക്കെ പുതിയ സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ആദ്യം ചെയ്തിരുന്നത് അത് ഫുള്ളായിട്ട് ക്ലാസ് മൊത്തം കാണുമായിരുന്നു. എന്നിട്ട് ഒന്നും കൂടി കണ്ടിട്ട് അത് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നോട്ട് എഴുതി പോകുമായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ പിന്നീട് വന്നപ്പോൾ സമയം കുറവ് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ പിന്നീട് നോട്ട് എഴുതുമായിരുന്നു. പിന്നെ റിവിഷൻ വലിയൊരു ഫാക്ടറാണ്. നമ്മൾ പ്രത്യേകിച്ചും പുതിയ സബ്ജക്റ്റുകൾ പഠിക്കേണ്ടി വരുമ്പോൾ അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റെഡിങ് വെച്ച് മാർക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഇതുപോലെ പുതിയ പഠിക്കുമ്പോൾ നമ്മൾ ആ പഠിച്ചതിൽ നിന്നുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കുമായിരുന്നു. MCQ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുമായിരുന്നു. അപ്പൊ അവസാനമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ 4-5 സബ്ജക്റ്റുകളെല്ലാം കൂടി ചേർന്നൊരു 5-6 ബുക്ക് കാണുമല്ലോ ഇത്രയും നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അതെല്ലാം കൂടി നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ ചെയ്തു വെച്ച MCQs നോക്കിക്കൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം, ഞാൻ കൂടുതൽ സമയം എനിക്ക് ഒരേ സബ്ജക്റ്റ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ടോപ്പിക്കുകൾ മാറ്റും, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റും. അപ്പം ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരേ ടോപ്പിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ടോപ്പിക്കുകൾ മാറ്റി മാറ്റി പഠിക്കുമായിരുന്നു. ഒരു 10-20 മിനിറ്റ് ഒരു ടോപ്പിക്ക് പഠിച്ച ശേഷം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറെ ടോപ്പിക്കിലേക്ക് പോകും. കാരണം നമ്മുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ സബ്ജക്റ്റ് തന്നെ മാറ്റും, കുറച്ചു നേരം മാത്സ് പഠിച്ചിട്ട് പിന്നെ ചിലപ്പോൾ GK പഠിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ പേരും ഇതിലിപ്പോ സബ്ജക്റ്റുകൾ, ഈ 4 സബ്ജക്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യും. GK ചിലരെങ്കിലും ഇഗ്നോർ ചെയ്യാനും സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ GK ഇത്തവണത്തെ സിലബസിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. GK ചിലപ്പോൾ GK 20 മാർക്ക് വേറെ എന്തിലേക്കെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും അന്നത്തെ സിലബസ് വെച്ച് GK 20 മാർക്കും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ നമുക്ക് ഈ GKയുടെ സിലബസിൽ തരുന്നത് ഇപ്പോൾ കേരള നവോത്ഥാനം, അല്ലെങ്കിൽ കേരളത്തിലെ കലാപങ്ങൾ, അങ്ങനെ നമ്മുടെ സാധാ PSC എക്സാംസിനൊക്കെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് ഇതിന്റെ GKക്കും വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഗൈഡുകളും അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പൊ അതിലൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും.
GK ഇതുപോലെ എല്ലാ ദിവസവും കുറച്ച് സമയം GKക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. മറ്റ് സബ്ജക്റ്റുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചിലരെങ്കിലും പോകും. GK കടൽ പോലെ ഉണ്ടെന്നുള്ളൊരു ധാരണ കാരണം. പക്ഷെ എന്റെ അനുഭവത്തില് എനിക്ക് ഈ എക്കണോമിക്സ് കൊമേഴ്സ് രണ്ടും ഞാൻ പഠിച്ചിരുന്നു. മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത്രയും കവർ ചെയ്തു. എങ്കിൽ പോലും എക്സാം ടൈമില് അതിനെ പോലെ തന്നെ എനിക്ക് GKയും കിട്ടി. GK ഞാൻ അങ്ങനെ ഒരുപാട് പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചിലപ്പോ നേരത്തെ മുൻ തവണകളിലൊക്കെ മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടാകാം ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ പോലും GK എന്നൊക്കെ ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലെ ഈ നവോത്ഥാനം അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കിൽ നിന്ന് വളരെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ ചോദിച്ചത്. അപ്പം GK നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ GKയും കൂടെ നോക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ മാം. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാം തന്നെ സ്വന്തമായിട്ട് പഠിച്ച കാര്യങ്ങളിൽ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമെന്നാണോ പറഞ്ഞത്? മൾട്ടിപ്പിൾ ചോയ്സ് ആവണമെന്നില്ല, ഷോർട്ട് ആൻസർ, ഒരു 1 വേർഡ് ആൻസർ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പൊ കൺസിഡർ ക്ലാരിറ്റി ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതെ. ഓക്കെ. അപ്പൊ മാം നമ്മള് എത്ര നന്നായിട്ട് ഒരു എക്സാമിന് സിലബസ് ഒക്കെ കവർ ചെയ്തു, നല്ലോണം റിവൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ എക്സാം ഹാളിൽ നമ്മൾ ചിലവഴിക്കുന്ന 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഈ എക്സാമിനും അത് അതുപോലെ തന്നെയാണ്. അപ്പോ ആ ഒരു 1.5 മണിക്കൂറിൽ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഒരു ഷോർട്ട് ടൈമിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ടൈം മാനേജ്മെന്റിനും നമ്മുടെ സ്പീഡിനും, നമ്മുടെ ഇപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്, മാത്തമാറ്റിക്സിലാണെങ്കിൽ കാൽക്കുലേഷൻ, അങ്ങനെ പല ടോപ്പിക്സും ഉണ്ട്. അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ടോപ്പിക്സും ഈ ഒരു സിലബസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് സ്പീഡായിട്ട് ഒരു ക്വസ്റ്റിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തില് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ മോക്ക് ടെസ്റ്റുകളും അതുപോലെ പീരിയോഡിക് അസസ്മെന്റുകളും എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസിൽ മാഡത്തിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇതുപോലെയുള്ള മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഒരുപാട് സഹായമാകും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ പുതിയ സിലബസ് ഞങ്ങൾക്കൊരു ചലഞ്ച് ആയിരുന്നു. എന്നാൽ തന്നെയും ഈ 2 മാസം കൊണ്ട് ഇതുപോലെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒത്തിരി സഹായിച്ചു. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതെല്ലാം ഒരുപാട് സഹായിച്ചു. നമ്മൾ ഒരു ഓൺലൈൻ കോഴ്സിന് ചേരുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ്സിന് ചേരുമ്പോഴത്തേക്കും അവർ തന്നെ നമുക്ക് ആ മെറ്റീരിയലും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലായിരുന്നു. നമുക്ക് അത്രത്തോളം മെറ്റീരിയൽസ്, ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരുപാട് സഹായമായി. പിന്നെ ഒരു കാര്യം, ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അത്രയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ ഇത്രയും ഒരു ചുരുങ്ങിയ ഒരു സംഭാഷണത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഒരുപാട് ട്രിക്സ്, മാമിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇത് കാണുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇനി ഈ ഒരു എക്സാമിന് 2024 ആപ്ലിക്കേഷൻ വന്ന അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന ഇനി നടക്കാൻ പോകുന്ന ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് മാമിന് കൊടുക്കാനുള്ള കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ ടിപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് എന്തൊക്കെയായിരിക്കും? പ്രിപ്പറേഷൻ ടിപ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നന്നായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സബ്ജക്ട് ഇതിൽ കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് എടുത്ത സബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റ് എല്ലാവരും കോമൺ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്ന സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ അത് തന്നെ ഏറ്റവും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ ഇപ്പം സ്റ്റാറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ സ്റ്റാറ്റ് നല്ല വൃത്തിക്ക് തന്നെ പഠിക്കണം. പിന്നെ മാത്സിന്റെ സ്റ്റാറ്റിന്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ അത് എത്രത്തോളം ചെയ്ത് പഠിക്കുന്നോ അത്രയും നമുക്ക് സ്പീഡിലും അത്രയും കറക്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ അത് വീണ്ടും വീണ്ടും ചെയ്ത് തന്നെ പഠിക്കണം. വായിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ചെയ്ത് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ എക്കണോമിക്സ്, കൊമേഴ്സ് ഒക്കെ എത്രത്തോളം വായിച്ച് പഠിക്കാമോ അങ്ങനെ തന്നെ പഠിക്കണം. GK ആണെങ്കിലും GKക്ക് വേണ്ടിയിട്ടും അത്യാവശ്യം ടൈം മാറ്റി വെക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാം ഹാളിൽ ആ ഒരു സമയം, അത് നമ്മൾ പ്രത്യേകിച്ചും പ്രിപ്പയർ ചെയ്ത് പോകുന്ന എക്സാമും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ കാണും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കയറി അറ്റൻഡ് ചെയ്യണമെന്നില്ല. മറ്റ് PSC എക്സാംസ്
നെഗറ്റീവ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം കട്ട് ഓഫ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കഴിഞ്ഞ വർഷത്തേക്ക് കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് കട്ട് ഓഫ് എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിലല്ല കാര്യം, നെഗറ്റീവ് ഒക്കെ കുറച്ച് നമുക്ക് നല്ല ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് തന്നെ അറ്റൻഡ് ചെയ്താൽ തന്നെ മതിയാകും. പിന്നെ സിലബസ് വെച്ചിട്ട് അത്ര വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. സിലബസ് വലിയൊരു ഫാക്ടറാണ്. സിലബസിൽ പുറത്തോട്ടൊന്നും അങ്ങനെ അധികം ചോദിക്കില്ല, പക്ഷെ ആ സിലബസ് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കവർ ചെയ്യാൻ പറ്റണം. പിന്നെ നമുക്ക് അറിയാത്ത 2 സബ്ജക്റ്റുകൾ എങ്ങനെയാലും ഇതിൽ വരുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ നമ്മൾ ചിലപ്പോൾ എഫേർട്ട് ഇട്ടാലും ചിലപ്പോൾ എക്സാം ടൈമിൽ എക്സാം ഹാളിൽ കയറുമ്പോൾ നമുക്ക് പിന്നെയും ആ സബ്ജക്റ്റുകൾ ചിലപ്പോൾ ഒരു പ്രശ്നമായിട്ട് അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ഒരുപാട് ടെൻഷൻ അടിക്കാതെ പറ്റുന്നത്രയും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എക്സാം ഹാളിൽ എത്രത്തോളം മാക്സിമം കൂളായിട്ടിരിക്കാൻ പറ്റുന്നോ അതായിരിക്കും നമുക്ക് ഏറ്റവും ഹെൽപ്പിംഗ് എന്ന് പറയുന്നത്. അവിടെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങളും കൂടി നമ്മൾ മറക്കുകയുള്ളൂ. അപ്പം അത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പഠിക്കുന്ന സമയത്തെ പോലെ തന്നെ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള കാര്യമാണ് എക്സാം ഹാളിൽ കൂളായിട്ടിരിക്കുക എന്ന് പറയുന്നത്. കാരണം എനിക്കറിയാം, ഞാനിത് ഈ എക്സാം ഒരുപാട് നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്യുന്ന നമുക്ക് ടെൻഷനും കാണുമല്ലോ. ഇനി രണ്ട് മൂന്നെണ്ണം ബബിൾ ചെയ്ത് തന്നെ തെറ്റിച്ചിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എക്കണോമിക്സ് കൊമേഴ്സ് പുതിയ സബ്ജക്റ്റുകളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പരമാവധി സമയം എടുത്ത് പരമാവധി കവർ ചെയ്തു. എങ്കിൽ പോലും ഈ 2 സബ്ജക്റ്റിൽ നിന്നും സിമ്പിൾ ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, പക്ഷേ കുറച്ച് ഹൈ ലെവലിൽ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. എങ്കിലും മറ്റ് സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞ പോലെ മാത്സ്, സ്റ്റാറ്റ്, പിന്നെ GK, ഈ 3 സബ്ജക്റ്റുകളിലും അന്ന് എനിക്ക് അത്രയും കൂടി സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എക്കണോമിക്സ് കൊമേഴ്സ് അവിടെ ഇച്ചിരി കുറഞ്ഞെങ്കിലും മറ്റടുത്ത് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് ഏതാണെന്ന് നമുക്കല്ലേ അറിയാം. അപ്പോൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം എല്ലാ കാര്യങ്ങളെ പറ്റിയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ടിപ്സും ഈ ഒരു ട്രിക്സും കാര്യങ്ങളും മാഡത്തിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും എല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാം. കാരണം നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും തീർച്ചയായിട്ടും നമ്മളോളം അറിയാവുന്ന വേറൊരാളില്ല. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഇത്തരത്തിലൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഗൈഡൻസ് ഉണ്ടാവുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതിന് ഈ ഒരു സംഭാഷണം, ഈ ഒരു ഇന്റർവ്യൂ നിങ്ങളെ ഒരുപാട് സഹായിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു അഞ്ജന മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ. താങ്ക് യു, എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ മാം, താങ്ക് യു.